ഇപ്പൊ കത്തിച്ചാമ്പലായിക്കൊണ്ടിരിക്കുകയായിരിക്കും അവന്റെ മൊറ്റടത്ത ഫാക്ടറി. ഇന്ന് ആഘോഷത്തിന്റെ രാവ. എന്നാ സഖാവേ? ജീവിതകാലം മുഴുവൻ ആദർശം പറഞ്ഞ് കട്ടൻ ചായയും പരിപ്പുവടയും തിന്നു നടന്ന പഴയ കമ്മ്യൂണിസ്റ്റുകാരനേക്കാൾ എനിക്കിഷ്ടം സർവ്വതും വെട്ടിനിരത്തിയും വെട്ടിപ്പിടിച്ചും മുന്നേറുന്ന പുതിയ കോർപ്പറേറ്റ് കമ്മ്യൂണിസ്റ്റുകാരനാവാന്. അതിനിടയിൽ ആര് തടസ്സമായിട്ട് വന്നാലും അരിഞ്ഞു വീഴ്ത്തും ഗംഗാധരൻ. കൊറിയൻ കമ്പനിക്ക് വേണ്ടി ആ ഫാക്ടറി ഉൾപ്പെടെ 100 ഏക്കർ സ്ഥലം വാങ്ങിക്കൊടുക്കാമെന്നേറ്റ് അഡ്വാൻസ് വാങ്ങി അന്നു മുതൽ തുടങ്ങിയതാ ദുശകുലമായിട്ട് ആ ഫാക്ടറി. എന്ത് വില കൊടുത്തും ആ ഫാക്ടറി കൈക്കലാക്കാൻ ശ്രമിച്ച ഞങ്ങളോട് അയാൾ അത് വിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് തീർത്തു പറഞ്ഞു. സഖാവ് ചെയ്യേക്കൊണ്ടില്ലാത്ത തൊഴിലാളി പ്രശ്നം കുത്തിപ്പൊക്കി ഒരു കണക്കിന് പൂട്ടിച്ചപ്പം എല്ലാം തീർന്നു എന്ന് വിചാരിച്ചത്. നശിച്ച് കുത്തുപാള എടുത്തിട്ടും അവന്റെ അഹങ്കാരത്തിനൊരു കുറവും ഉണ്ടായിരുന്നു. എന്തു ചെയ്യുമെന്നറിയാതെ നിൽക്കുമ്പോഴാണ് ഓളിസഖാവ് ദൈവദൂതനെ പോലെ മുന്നിൽ വന്നു. നേരിട്ടിറങ്ങി കളി ജയിക്കാൻ പറ്റാത്തിടത്ത് ചില പാവകളെ മുന്നിൽ നിർത്തി കളി. അതാണ് യഥാർത്ഥ രാഷ്ട്രീയ തന്ത്രം. കംപ്ലൈന്റ് ഉള്ളതുകൊണ്ട് പൊല്യൂഷൻ ബോർഡിന്റെയും ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് അനുമതിയും 100 മീറ്റർ ചുറ്റളവിലുള്ള ആളുകളുടെ സമ്മതപത്രം ഉണ്ടെങ്കിൽ മാത്രം പെർമിഷൻ കൊടുത്താൽ മതിയെന്ന പഞ്ചായത്തിന്റെ തീരുമാനം. ഫാക്ടറിയുടെ ഉദ്ഘാടനം തടഞ്ഞത് നിന്നെ കൊണ്ടായിരുന്നെങ്കിൽ അവരുടെ കൃഷി ചെയ്യാനുള്ള പദ്ധതി പൊളിച്ചത് സഖാവ് ചേയെ മുന്നിൽ നിർത്തിയായി. ആ പാടം മണ്ണിട്ട് നിരത്തി പ്ലോട്ട് തിരിച്ചു വിറ്റ ഇപ്പത്തെ സ്ഥലത്തിന്റെ വിലയനുസരിച്ച് നിങ്ങൾ മുടക്കിയ പൈസയും അതിന്റെ 2 ഇരട്ടി ലാഭവും കിട്ടും. അങ്ങനെ കാര്യങ്ങളൊക്കെ എന്റെ വഴിക്ക് വന്നു എന്ന് കരുതി സന്തോഷിച്ചിരിക്കുമ്പോഴാണ് അവൻ ജയിലിൽ നിന്നിറങ്ങിയത്. എല്ലാവരും കൂടെ പൂട്ടിച്ച ഞങ്ങളുടെ ഫാക്ടറി എങ്ങനെയെങ്കിലും തുറന്ന് പ്രവർത്തിപ്പിക്കണം. ആ ഒരൊറ്റ ലക്ഷ്യമേ എൻ്റെ മുന്നിലുള്ളൂ. അതിനുവേണ്ടി ഏത് വഴിയും പോലീസ് സ്വീകരിക്കും. എന്ത് നെറുകെട്ട കളിയും ഞാൻ കളിക്കും. സഖാവ് നോക്കിക്കോ. സംഹാരം ഇനി അതേ വഴിയുള്ളൂ. ഇന്നത്തോടെ തീരും അവന്റെ ഫാക്ടറി. പിന്നെ നമ്മൾ പറയുന്ന വിലയ്ക്ക് ആ സ്ഥലം അവൻ നമുക്ക് തരേണ്ടി വരും. അപ്പോ ഇതോടെ കിട്ടിക്കഴിഞ്ഞ സഖാവി പഞ്ചായത്തിൽ ഒരു കൊച്ചു കോടീശ്വരാവും അല്ലേ? അയ്യോ, സഖാവെന്താ ഇവിടെ? ഞാൻ ഇയാളോട് നിങ്ങളെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കൃത്യസമയത്താ നിങ്ങൾ വന്നത് അല്ലടോ? ആരാൻ പറഞ്ഞ പന്നി. ഇത്രയും നാളും ഞങ്ങൾക്ക് 12 തന്ന് പോരായിട്ട് പിന്നെ ഉണ്ടാക്കാൻ പറ്റുന്നോടാ പന്റെ കഴിവറ പോലെ. എന്താണ് ബക്കർ ഇത്? കൺട്രോൾ സൗണ്ട് കൺട്രോൾ ചെയ്യടാ. സൗണ്ട് പൊല്യൂഷനും കൺട്രോൾ ചെയ്യേണ്ടതാ അല്ലയോ സാറേ? ഹേയ്, പേടിക്കണ്ട. ഞങ്ങൾ പ്രശ്നം ഉണ്ടാക്കാൻ വന്നൊന്നുമല്ല. ദാ, ഈ സെക്രട്ടറിയുടെ ഒരു ഒപ്പ് വേണം. അത് അങ്ങോട്ട് ഇട്ട് തന്നാ ഞങ്ങൾ അങ്ങ് പോയിക്കോളാം. ഒഫീഷ്യൽ കാര്യങ്ങളൊക്കെ അങ്ങ് ഓഫീസില്. ഓ, അങ്ങനെ താനിപ്പം ഓഫീസിലിട്ട് ഉണ്ടാക്കണ്ട. ഇപ്പോ ഇവിടെ വെച്ച് താനിതിലൊപ്പിടും. എന്താ ഭീഷണിയാണോ? അതെ, ഭീഷണിയാണ്. മുരുക, കൊണ്ടുവാടാ. പരിചയപ്പെടുത്തണ്ടല്ലോ.
മിസ്റ്റർ തങ്കപ്പൻ. എല്ലാം പറഞ്ഞു കഴിഞ്ഞു. എനിക്ക് വേണേ ഇവനെ നേരെ പോലീസിൽ ഏൽപ്പിച്ചിട്ട് ഞങ്ങളുടെ പേരിലുള്ള കേസിൽ നിന്ന് ഊരാം. സഖാവും സെക്രട്ടറിയും അഴിയണം. പക്ഷേ അതൊന്നും വേണ്ട. എന്തിനും ഒരു കോംപ്രമൈസ് വേണമല്ലോ. എന്ത് വില കൊടുത്തും എനിക്കെൻ്റെ ഫാക്ടറി തുറന്നു. അതിന് സെക്രട്ടറിയുടെ ഒപ്പ് കൂടിയേ തീരും. ആ ഒരു ഒപ്പിന് ഞങ്ങൾ ഇടുന്ന വില അതാണ് ഈ തങ്കം. യെസ്, 24 ക്യാരറ്റ് 916 തനി തങ്കം. ഇനി സെക്രട്ടറിക്ക് തീരുമാനിക്കാം തങ്കപ്പൻ വേണോ ഗോതമ്പുണ്ട വേണോ. ഗുഡ് ബോയ്. അപ്പോ ഇനി പോളിയുടെ ഫാക്ടറിയുടെ ഉദ്ഘാടനം മറക്കണ്ട. രണ്ടുപേരെ നേരത്തെ കൂട്ടി ക്ഷണിച്ചിരിക്കുന്നു. പിന്നെ മുടക്കാൻ എന്തെങ്കിലും പരിപാടിയായിട്ട് വന്ന രണ്ടിന്റെയും ഫോട്ടോ എടുത്ത് പേപ്പറിലിടും. ചരമകോണത്തില് കേട്ടോടാ സഖാവ് യാളി മോനെ. ഏയ്, ഇത്രയെങ്കിലും തന്നില്ലെങ്കിൽ മനസമാധാനമായിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റില്ല. അതുകൊണ്ടാ. അപ്പൊ ശരി, ലാൽ സലാം. ആ നായിന്റെ മോന്റെ മുമ്പിൽ തോറ്റു കൊടുക്കാനായിരിക്കും നമ്മുടെ വിധി. For more updates, like, comment, subscribe to our channel. Hey darlings, గంటని click చేయడం మర్చిపోకండి.